അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഓസ്ട്രേലിയയിലെ അഡലേഡിലെ മൗണ്ട് ബോൾഡിൽ നിന്നാണ്. ഇത് 2014 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ്. പാസ്റ്റർ രാജീവും സുനിതയും തൻ്റെ മക്കളും സഭാംഗങ്ങളും ഒരു ഔട്ടിങ്ങിന് ഞങ്ങളെ കൂടെ കൊണ്ടുവന്നതാണ്. എന്നെ സ്നേഹിതൻ ആന്റണിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യം കാണുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ എൻ്റെ യേശു കർത്താവ് അരുളി ചെയ്തൊരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. അതിപ്രകാരമാണ്: ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞു. ഇത് പരിശുദ്ധാത്മാവിനെ കൊണ്ടുള്ള കർത്താവിൻ്റെ ഒരു ദൂതാണ്. യേശു കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും അത് ശക്തമായി ഒഴുകി അനേക രാജ്യങ്ങളിൽ നിങ്ങളെ എത്തിക്കുവാൻ സഹായമാകും. കേരളത്തിൻ്റെ കിഴക്കേറ്റമായ കൊച്ചിറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ വെച്ച് ഒരു ഗോപാലകൃഷ്ണനായിരുന്ന എനിക്ക് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായി. എൻ്റെ ഭാര്യ പ്രഭയ്ക്ക് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് തത്യൂരിൽ വെച്ച് യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഭാഗ്യം കർത്താവ് കൊടുത്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാനിടയായി. ആ നദി ഞങ്ങളിൽ ഒഴുകി അനേക രാജ്യങ്ങളിൽ ഞങ്ങൾ ചെന്നെത്തുവാൻ ദൈവം അതിന് കാരണമാക്കി. ഇപ്പോൾ നിങ്ങളോട് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക. പ്രവൃത്തികളുടെ പുസ്തകം 19:1 അപ്പോസ്തലനായ പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? യേശുവിൻ്റെ അമ്മ പരിശുദ്ധാത്മാവിലാണ് യേശുവിനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചത്. ഗബ്രിയേൽ മാലാഖ മറിയോട് ഇപ്രകാരം പറഞ്ഞു: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിന്നിൽ ഒരു വിശുദ്ധ പ്രജ ജനിക്കും. പത്രോസ് തുടങ്ങി യോഹന്നാൻ തുടങ്ങിയ അപ്പോസ്തലന്മാരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. പക്ഷേ യേശു ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് അവരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. പ്രവൃത്തികളുടെ പുസ്തകം 1-4-5 വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ട് പത്രോസും യോഹന്നാനും യാക്കോബും യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ ദൈവദാസന്മാർ മർക്കോസിൻ്റെ ഒരു വീട്ടിൽ പ്രാർത്ഥനാ നിരതരായിട്ട് കാത്തിരുന്നു. 10 ദിവസം അവർ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. പ്രവൃത്തികളുടെ പുസ്തകം 2 നാം അത് വായിക്കുന്നു. അവർ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. പത്രോസും യോഹന്നാനും യാക്കോബും യേശുവിൻ്റെ അമ്മ മറിയുമൊക്കെ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അവരാണ് സഭയുടെ അംഗങ്ങൾ. അവരായിരുന്നു ആദ്യത്തെ പെന്തക്കോസ്തുകാർ. പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇങ്ങനെ പറയുന്നു, പ്രവൃത്തി 2:37, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിപ്പീൻ, യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പ്രവൃത്തികൾ 2:37-38. വരൂ, കർത്താവിനെ വിശ്വസിക്കൂ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടൂ, കർത്താവിനോട് ചോദിക്കൂ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കൂ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.